So, hi, I'm Mohammed Shaheen and welcome back. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാനൊരു സ്റ്റുഡിയോ സ്പേസ് ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മളത് ഈ ഒരു ആദ്യത്തെ 3 വർഷം ഒരു ട്രയൽ പീരീഡ് നടത്തിയിട്ട് അതിനുശേഷം ഒരു റണ്ണിങ് സ്റ്റേറ്റിലോട്ട് മാറ്റാമെന്നായിരുന്നു ഇനീഷ്യൽ പ്ലാൻ. പക്ഷേ നമ്മൾ സ്റ്റുഡിയോ തുടങ്ങി നമ്മൾ ആ ഒരു അതിനെപ്പറ്റിയൊക്കെ കുറച്ചുകൂടെ പഠിച്ചിട്ടും പിന്നെ നമ്മൾ ചെയ്തു വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ ബെറ്ററായിട്ട് ചെയ്യാമെന്നുള്ളൊരു റീസണും കൂടെ വെച്ചിട്ട് ഈ 3 എന്നുള്ളത് ഇപ്പോൾ ഒരു 4 വർഷമായി. ഇന്നിപ്പോൾ നമ്മൾ സ്റ്റുഡിയോ തുടങ്ങിയിട്ട് 4 വർഷം തികയാണ്. ഞാൻ സ്റ്റുഡിയോ തുടങ്ങി അതിൻ്റെ ഇനീഷ്യൽ പീരീഡിൽ തന്നെ ഇതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷനും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രോസസ്സ് നമ്മൾ എങ്ങനെയാണ് ഇതിലോട്ട് എത്തിയത്, ഫസ്റ്റ് പ്രോസസ്സ് എന്തായിരുന്നു സ്റ്റുഡിയോ ബിൽഡിങ് ചെയ്യുന്നതിൻ്റെത്, പിന്നെ അതിനുശേഷം അതിലോട്ട് ഓരോ എക്യുപ്മെൻറ്റ്സ് ആഡ് ചെയ്യുന്നത്, ഔട്ട്ഡോർ ഏരിയ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ ഒരു ട്രയൽ പീരീഡിൽ നമ്മൾ വർക്കും ഇതും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ബട്ട് നൗ ഇനി മുതൽ നമ്മളൊരു മാർക്കറ്റിംഗ് ഏരിയയിലും കൂടെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തൊട്ടൊരു അടുത്തൊരു 20 ദിവസം നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളൊരു സ്റ്റുഡിയോയുടെ ഒരു ഫിനിഷ്ഡ് സ്റ്റേറ്റിലോട്ട് എത്തിക്കുക എന്നുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതിനായിട്ട് ഇത് നമ്മൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഇന്ന് മുതൽ ആ ഒരു പ്രോസസ്സും ബാക്കി കണ്ടിന്യൂവേഷൻ സ്റ്റുഡിയോയുടെ ഓരോ പ്രോസസ്സും ഒരു സീരീസ് ആയിട്ടോ ഓരോരോ വീഡിയോസ് ആയിട്ട് ഇടാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമുക്ക് ഇന്നോട്ട് അതങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി നമുക്ക് ഫസ്റ്റ് ചങ്ങനാശ്ശേരി പോകണം. അവിടെ നമുക്ക് എഡിറ്റിംഗ് റൂമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നോക്കാനുണ്ട്. അവിടെ നിന്ന് ഏറ്റുമാനൂർ പോകണം, ക്യാമറ എക്യുപ്മെൻറ്റ്സും നമ്മുടെ ക്യാബിനും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. എന്നിട്ട് നേരെ കൊച്ചിയിൽ നമുക്ക് ഔട്ട്ഡോർ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ മേടിക്കാനും കുറച്ച് പില്ലേഴ്സ് ഔട്ട്ഡോറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട്. നമുക്കപ്പോൾ ഇവിടുന്ന് ചങ്ങനാശ്ശേരി എത്താൻ ഇനിയും ഒരു 2.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ആ സ്റ്റുഡിയോയുടെ ഇതുവരെയുള്ളൊരു പ്രോസസ്സ് ഒന്ന് ബേസിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ സ്റ്റുഡിയോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ളൊരു ഇനീഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ രണ്ടും അറ്റ് ദ സെയിം പ്ലേസ്, രണ്ടും ഒരിടത്ത് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റുഡിയോ സ്പേസാണ് നമ്മൾ ഇനീഷ്യലി പ്ലാൻ ചെയ്തത്. ആൻഡ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസായിട്ട് നമ്മൾ സ്റ്റുഡിയോ ബിൽഡിങ് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ പ്ലാനിങ് നമുക്ക് എന്തൊക്കെ വേണമെന്നൊക്കെ ഉള്ളത് ഡിസൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറാണ് നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫേസിൽ നമ്മൾ ഫസ്റ്റ് ന്യൂ ബോൺ ഷൂട്ടിനുള്ള ഏരിയയും ക്രിസ്മസ് തീമുമാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയുടെ മെയിൻ ഫ്ലോറിൽ നമ്മൾ ഓരോരോ സെപ്പറേഷൻസ് കൊടുത്തു. അതിനുശേഷം നിയോൺ സ്റ്റുഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തു, സൈക്ലോനാമ വാളും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യത്തെ 2 വർഷം ഔട്ട്ഡോർ നമുക്കങ്ങനെ യൂസബിൾ ആയിരുന്നില്ല. നമ്മൾ പ്ലാന്റിങ് എല്ലാം ചെയ്തിരുന്നു. നമ്മുടെ സൈസ് അത്യാവശ്യം ഗ്രോത്ത് ആയ പ്ലാന്റ്സ് അല്ല വെച്ചത്, എല്ലാം ചെറിയ പ്ലാന്റ്സാണ് വെച്ചത്. അപ്പോൾ ഈ ഒരു 2 വർഷം നമ്മൾ മോസ്റ്റ്ലി ഇൻഡോർ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ആ ഒരു
3 വർഷമൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഔട്ട്ഡോറിൻ്റെ ഒരു ബേസിക് യൂസും കൂടെ വന്നു തുടങ്ങിയത്. ഔട്ട്ഡോർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനിലേക്ക് എത്തിയത്. അപ്പോൾ നമുക്ക് അതിനുശേഷം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറുതായിട്ടൊരു ഇവൻ്റ് ഒക്കെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റുഡിയോയുടെ അകത്ത് തന്നെ പ്രീ ബർത്ത്ഡേ ഷൂട്ട്, ബ്രൈഡ് ടു ബി, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോപ്സും സാധനങ്ങളൊക്കെ നമ്മൾ ബൾക്കായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് 3 ഇയേഴ്സ് നമ്മൾ അങ്ങനെയാണ് ഷൂട്ട്, നമ്മുടെ ഓൺ വർക്ക്സ് മാത്രം എടുത്തുകൊണ്ട് നമ്മൾ സ്റ്റുഡിയോ മെല്ലെ മെല്ലെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് വരുമായിരുന്നു. ആൻഡ് 3ാമത്തെ വർഷം തൊട്ട് 2025 നമ്മൾ ഔട്ട്ഡോർ ഇവൻറ്റ് സ്പേസിൻ്റെ വർക്കും സ്റ്റാർട്ട് ചെയ്തു. ബൈ ഓഗസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു ഓപ്പണിങ്ങും കൂടെ ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ നമുക്ക് വേറൊരാളിന് സ്റ്റുഡിയോ സ്പേസ് റെൻ്റ് എടുക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തത്. ഇപ്പോൾ കറൻ്റ്ലി ഒരു ലാസ്റ്റ് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയിട്ട് നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ നമുക്കും ഷൂട്ട് എടുക്കുന്നുണ്ട്. വേറെ ഫോട്ടോഗ്രാഫേഴ്സിനും അല്ലെങ്കിൽ വേറെ ഏത് ക്ലയൻസിനും അവർക്ക് അവരുടേതായ രീതിയിൽ വന്ന് സ്പേസ് റെൻ്റ് ഔട്ട് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനും കൂടെ നമ്മൾ വെച്ചു. അപ്പോൾ നമ്മൾ ഈ തേർഡ് പാർട്ടി കൊടുത്ത് തുടങ്ങിയതിൻ്റെ മെയിൻ ഉദ്ദേശം നമുക്കൊരു 8 to 9 months അല്ലെങ്കിൽ ഒരു 1 year ഒരു ട്രയൽ അവരൊക്കെ ഉണ്ട്. അതായത് വേറെ ആൾക്കാരുടെയും കൂടെ ഒപ്പീനിയൻ എടുത്തിട്ട് ഇതിനൊരു ഫൈനൽ കൺക്ലൂഷനിലോട്ട് എത്താം എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ തേർഡ് പാർട്ടിക്ക് കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഒരു ലാസ്റ്റ് 9 months ആയിട്ട് നമ്മൾ സ്റ്റുഡിയോയുടെ ഇൻഡോറും ഔട്ട്ഡോറും നമ്മൾ വെളിയിൽ നിന്ന് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ അവരുടെയും കൂടെ ഒക്കെ ഒരു സജഷൻസും ഫീഡ്ബാക്കും വെച്ചിട്ടാണ് നമ്മൾ ഇനിയൊരു ഫൈനൽ കൺക്ലൂഷനിലോട്ട് എത്താൻ പോകുന്നത്, ഒരു ഫൈനൽ ഫിനിഷ്ഡ് മോഡലിലോട്ട് എത്താൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 4 വർഷമായിട്ട് എനിക്ക് മോസ്റ്റ്ലി വരുന്ന എൻക്വയറി എന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റുഡിയോയുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തതുകൊണ്ടാണ്, സ്റ്റുഡിയോയുടെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തതുകൊണ്ടെന്നൊക്കെയുള്ളതാണ്. ഞങ്ങൾ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ക്രൂ ഓഫ് 3 ഉണ്ടായിരുന്നു. പിന്നെ അവർ മാറിയതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 1 year ഞാൻ മാത്രമാണ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം സോഷ്യൽ മീഡിയ ഹാൻഡിലിനുള്ള ടൈം മെയിനായിട്ട് കിട്ടാറില്ല. പിന്നെ ഞങ്ങൾ ഇതൊന്ന് ഫിനിഷ്ഡ് ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് എൻ്റെ മാരേജ് കഴിഞ്ഞത്. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചതും ഒരു ഫോട്ടോഗ്രാഫറിനെയാണ്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കറൻ്റ്ലി സ്റ്റുഡിയോ റൺ ചെയ്യുന്നത്. സോ ആസിയ സുൽത്താന എന്നാണ് പേര്. പുള്ളിക്കാരിയാണ് ഇപ്പോൾ ഫോട്ടോഗ്രാഫി ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ നമുക്കല്ലാണ്ട് ഒരു ക്രൂ ഓഫ് 4 വേറെ ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നതും നമുക്കൊരു പ്രോപ്പർ ക്രൂ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫോട്ടോഗ്രാഫിക്ക്, വീഡിയോഗ്രാഫിക്ക്, വീഡിയോ എഡിറ്റിങ്ങിന് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ ആൾക്കാരെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവർ നമുക്ക് ക്ലയൻറ്റ് തന്നതും ഫോട്ടോഗ്രാഫേഴ്സ് വേറെ വന്നെടുത്തവരും തന്നിട്ടുള്ളൊരു റിവ്യൂവും ഫീഡ്ബാക്കും സജഷൻസൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്കിലോട്ട് എത്താനുള്ള വർക്ക്സാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. അതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മളൊരു ചെറിയൊരു കഫേ, അതിൻ്റെ കഫേയുടെ ആംബിയൻസും ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു പോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഫോട്ടോ വാൾസായിട്ടൊരു 3 ഉണ്ട്. അപ്പോൾ അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് ഒരു 6-7 എന്നുള്ളൊരു റേഞ്ചിലോട്ട്, അതായത് ഇപ്പോൾ 3 ഉണ്ട്, ഒരു 4 കൂടെ ആഡ് ചെയ്തിട്ട് 4-5 ആഡ് ചെയ്തിട്ട് അതിനെയും കുറച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഇൻഡോർ കുറച്ച് ന്യൂ ബോണും പ്രീ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ സെറ്റാക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇനി അങ്ങോട്ട് കുറച്ച് പ്ലാൻ ഉള്ളത്. അപ്പോൾ ഇനി ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാനും നമ്മൾ സെറ്റായിട്ടുണ്ട്. നമുക്കിനിയും ചങ്ങനാശ്ശേരി എത്താൻ അറൗണ്ട് 1 hour ഉണ്ട്. അപ്പോൾ ബാക്കി കണ്ടൻറ്റ് അവിടെ ചെന്നിട്ടിടാം. ഏറ്റുമാനൂരെത്തി, അവിടെ നിമീസ് ക്യാമറ സെൻറ്ററിലാണ്. അവിടെ നിന്ന് നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്യാബിൻ പർച്ചേസ് ചെയ്തു. പിന്നെ നമുക്കൊരു പുതിയ സിസ്റ്റം റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മാക് മിനി ഓർഡർ പ്ലേസ് ചെയ്തു. പിന്നെ അതിനുശേഷം നേരെ പോയത് കാഞ്ഞിരമറ്റത്തുള്ള ഷാരോൺ ഇൻഡസ്ട്രീസിലാണ്. അവിടെ നിന്ന് നമുക്ക് ഔട്ട്ഡോർ ഫെൻസിങ്ങിനും ഔട്ട്ഡോർ സ്പേസ് റെഡിയാക്കുന്നതിൻ്റെ കുറച്ച് കോൺക്രീറ്റിലുണ്ടാക്കിയ ഐറ്റംസ് റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ റിക്വയർമെൻറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് നമുക്ക് വേണ്ട സാധനങ്ങൾ സോർട്ട് ചെയ്ത് അവിടെയും ഓർഡർ പ്ലേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ അന്നത്തെ ഡേ എൻഡ് ചെയ്തത്.